നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റോറേജ് ഒന്നും ഇല്ല. ഇവിടെ ഒരു സ്റ്റോറേജ് റൂം ഉണ്ടാക്കണം. ഇവിടെ എല്ലാം ഫുള്ളായി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ ഉണ്ടാക്കട്ടെ. നമുക്കത് അത്ര പണി കഴിഞ്ഞില്ല. പുറം ഭാഗം ഉണ്ടായി കഴിഞ്ഞു. ഉള്ളിൽ കുറെ ചെസ്റ്റ് വെക്കണം, ഐറ്റം ഫ്രെയിം എല്ലാം വെക്കണം. ഇതിന് സൈഡെല്ലാം ഇങ്ങനെ ഉണ്ട. ഇനി ബാക്കിൽ കൂടെയും കയറാം, മുന്നിൽ കൂടെയും കയറാം. ഇതിനുള്ളിൽ ചെസ്റ്റെല്ലാം വെച്ച് ശരിയാക്കണം. ഈ ചെസ്റ്റെല്ലാം വെച്ചിടിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ അതാ സ്റ്റോറേജ് റൂമിൻ്റെ പണി കഴിഞ്ഞു. ഫുള്ള് ചെസ്റ്റെല്ലാം വെച്ച്, എല്ലാ ചെസ്റ്റും വെച്ച്. ഇവിടെ വുഡ്, ഇവിടെ സ്റ്റോൺ, ഇവിടെ ഡീപ് സ്ലേറ്റ്, ഇവിടെ അങ്ങനെ വെച്ച് കുറച്ച് സെറ്റാക്കി വെച്ച്. ഇവിടെ നെതറിത്ത് അപ്പോൾ ഇനി നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം. കുറേ ചെസ്റ്റ് ഉണ്ട്. ഞാൻ ഈ വീട്ടിലതെല്ലാം മാറ്റി, ഇതെല്ലാം മാറ്റി ഔട്ട്കാക്കി. പിന്നെ മേലെ ഇവിടെ എല്ലാം ഉണ്ടായ സാധനങ്ങൾ എല്ലാം ഞാൻ മാറ്റി. ഒന്നുമില്ല അങ്ങനെ ഇപ്പോഴൊന്നുമില്ല. പിന്നെ എന്താ ഡയമണ്ട് ബ്ലോക്ക്. നമ്മളൊരു പ്ലോട്ട് കഴിഞ്ഞ് ഷോപ്പിടാൻ അതിന് കൊടുക്കാനുള്ള ഡയമണ്ട് ബ്ലോക്കാണ്. പിന്നെ എൻ്റെ ഓപ്പണായി ഡ്രാഗനെല്ലാം വന്നു. ഞാൻ ഉണ്ടായിട്ടില്ല വല്ല. പിന്നെ എലക്ട്രിക് ഷോപ്പെല്ലാം വന്നി. എലക്ട്രിക് വേണം. സ്പൂൺ ഞാൻ കാണിച്ചു തരാം. കൊണ്ട് നടക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സ്പൂണിൽ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പോർട്ട് എത്തി. നെതർ ഹബ്. ഇതാണ് നമ്മളെ സ്പൂൺ. ഇത് ഡെക്സ്റ്റർ ബ്രോ ചെയ്താണ് ഈ ബിൽഡ്. നല്ല രസമല്ലേ. പിന്നെ ഇവിടെയാണ് ട്രേഡിങ് ഹാള്. അവിടുന്നാണ് ഞാൻ ആർമറെല്ലാം സെറ്റാക്കി. ആർമറും ടൂൾസെല്ലാം. പിന്നെ ഇവിടെ അയൺ ഫാർമുണ്ട്. ഇവിടെ അയൺ ഫാം. പിന്നെ ഈ സൈഡിലാണ് ഷോപ്പ്. 2-3 ഷോപ്പ് വന്നി. ഓരോ ഷോപ്പ് ഇവിടെ എല്ലാ ഷോപ്പ് വരാണ്ട്. എലക്ട്രിക് ഷോപ്പ് ഇവിടെ. എലക്ട്രിക് വന്നിട്ടില്ല. എലക്ട്രിക് വന്നാൽ ഒന്ന് വാങ്ങും. പിന്നെ ഇതാണ് എൻ്റെ പ്ലോട്ട്. ഇവിടാണ് എൻ്റെ ഷോപ്പ് വരുന്നത്. 4 ഡയമണ്ട് ബ്ലോക്ക് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു ഷോപ്പ് ഉണ്ടാക്കണം. എന്ത് ഷോപ്പ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കണം. പിന്നെ അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രക്കുള്ളൂ. അടുത്ത എപ്പിസോഡായിട്ടാണ്. ടാറ്റാ, ബൈ ബൈ.